ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഇപ്പം ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് പാസ്ത. ഇപ്പം നമുക്കറിയാം, പുറത്തുനിന്നൊക്കെ എന്ത് സാധനം മേടിക്കണമെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും പാസ്ത പോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നല്ല വിലയാണ്. എന്നാൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിലും നല്ല പാസ്ത നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഇത്. ഞാൻ ഇന്ന് പാസ്ത തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 300 ഗ്രാം മക്രോണി പാസ്തയാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 5-6 ലിറ്റർ വെള്ളം വളരെ വലിയൊരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇത് കുക്കായി വരുമ്പോൾ നന്നായിട്ട് വലുതാവത്തില്ലേ. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മക്രോണി പാസ്ത നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിലോട്ട് കുക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാമേ. നിങ്ങൾക്ക് മഷ്റൂമോ പലതരത്തിലുള്ള പല നിറമുള്ള ക്യാപ്സിക്കമോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളേ. ഇപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആ പാത്രത്തിലോട്ടിട്ടൊന്ന് ചൂടായപ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി അതിനകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും 3 കളറിലുള്ള ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഓരോ ക്യാപ്സിക്കത്തിൻ്റെ 1/3 ഭാഗം വെച്ച് ഇതുപോലെ തന്നെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് വഴന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കാരണം ഈ പാസ്തയ്ക്കുള്ളിൽ ക്യാരറ്റ് ആണെങ്കിലും ക്യാപ്സിക്കം ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ക്രഞ്ചി ആയിട്ട് വേണം കിടക്കാനായിട്ട്. വെല്ലാതെ വെന്തിട്ട് അങ്ങ് കടിക്കാൻ കിട്ടാത്ത രീതിയിൽ അങ്ങ് ആയി പോകരുത് കേട്ടോ. അതാണ് പാസ്തയ്ക്കുള്ളിലെ വെജിറ്റബിൾസിൻ്റെ ഒരു രീതി. ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്കതൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്കിഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പാസ്തയും ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു വേവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വെള്ളം വാലാനായിട്ട് വെക്കണേ. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വെന്തോന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് ചിക്കൻ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു 3/4 കപ്പ് ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ആ കയ്യിലെടുത്ത് കാണിച്ചല്ലോ. ഇതിനകത്തിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ആ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വേവും. കാരണം അതുപോലെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ചിക്കൻ ഞാനൊരു 3/4 കപ്പാണ് അരിഞ്ഞത് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പോ 1.5 കപ്പോ ചേർക്കാം. ചിക്കൻ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ആ ഒരു ചിക്കനും ഒക്കെ ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തരിയായിട്ട് പൊടിച്ച 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ലെവലായിട്ട് ചില്ലി ഫ്ലേക്സും 2 ടീസ്പൂൺ ലെവലായിട്ട് ഇറ്റാലിയൻ സീസണിങ്ങുമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോഴേ ഇറ്റാലിയൻ സീസണിങ് നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ ഇതിൻ്റെ മണവും സ്വാദും നന്നായിട്ടൊന്ന് പിടിക്കും ആ ചിക്കൻ പീസസിലൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചിക്കൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാൻ ഏറ്റവും പറ്റിയ 2 സാധനങ്ങൾ മഷ്റൂമും കോണുമാണ് കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളൂ. നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കണം. വീണ്ടും ഞാൻ നല്ല വൃത്തിയുള്ള വേറെ കറികളുടെ മണമൊന്നും ഇല്ലാത്ത നല്ലൊരു പാത്രത്തിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഒരു 6 ടേബിൾ സ്പൂൺ ലെവലായിട്ട് മൈദയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ ഫ്ലെയിമിൽ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ മീഡിയം ഫ്ലെയിമിൽ കൂടെ നിന്ന് തന്നെ ആ മൈദ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പക്ഷേ അത് ഓവറായിട്ട് അങ്ങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റൊക്കെ മാറുമേ. ഈ മൈദയുടെ ഒരു ചെറിയൊരു മണമൊക്കെ വന്ന് വളരെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു 1.5 ലിറ്റർ പാലും എടുത്ത് റെഡിയാക്കി വെക്കണേ. ഇപ്പം നമ്മുടെ മൈദയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആദ്യം 1 കപ്പ് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടിയാവും. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാക്കിയിട്ട് പിന്നെയും 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1.5 ലിറ്റർ പാലും മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ എടുക്കണേ. ഇപ്പം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ചീസിൻ്റെ സ്ലൈസാണ് കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറുകുവേ. പ്രധാനമായിട്ടും ഈ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റും കൺസിസ്റ്റൻസിയാണ് ഈ പാസ്തയുടെ ഒരു ടേസ്റ്റ് തീരുമാനിക്കുന്നത്.
പിന്നെ ഈ സോസ് കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ ഏറ്റവും നല്ലത് സ്പാച്ചിലേക്കാട്ടിൽ വയർ വിസ്കാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ ലെവലായിട്ട് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ലെവലായിട്ട് തരിയായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ലെവലായിട്ട് ഇറ്റാലിയൻ സീസണിങ്ങും കൂടെയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെറി പെറി സീസണിങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം കേട്ടോ. എനിക്ക് ഇത്രയും ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെറി പെറി സീസണിങ്ങും കൂടെ നല്ലതായിരിക്കും തോന്നിയിട്ട് 2 ടീസ്പൂൺ ലെവലായിട്ട് പെറി പെറി സീസണിങ്ങും കൂടെ ഇട്ട് അതും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ കിട്ടും. അതൊരു സ്പെഷ്യൽ ഫ്ലേവറാണ് അതുകൊണ്ട് ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചേർത്തു, പക്ഷേ കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ട് 1 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അതിലോട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി. എന്ത് എളുപ്പമായല്ലേ തയ്യാറാക്കാനായിട്ട്. ഇതിന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിലയാണ്. എന്തിനാ വെറുതെ വില കൊടുത്തിട്ട് വളരെ മായം ചേർന്ന സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നത്. ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കിയപ്പം 1 ലിറ്റർ പാല് ആദ്യം ചേർത്ത് കൊടുത്തുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്തോട്ട് ചേർത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി ലൂസായിട്ടിരിക്കുന്നത് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് 1/2 ലിറ്റർ പാലും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നേ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയത്. പാസ്ചറൈസ്ഡ് പാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് നേരെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവുമേ. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോന്ന് എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്താൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്